വെൽക്കം ടു എജ്യൂഗ്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് എടുക്കാം, എങ്ങനെ എടുക്കാം, അതിനെന്തൊക്കെ വേണം, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതാണ്. അപ്പോൾ ആദ്യം തന്നെ ആർക്കൊക്കെയാണ് ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് വേണ്ടതാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് വേണ്ടത് ഇപ്പോൾ കുറേ ആൾക്കാർ ഡൗട്ട് ചെയ്തിട്ടുണ്ട്. +1 2022 അത് കഴിഞ്ഞ് ആൾ 1 ഇയർ ഗ്യാപ്പ് എടുത്ത് +2 പഠിച്ച് അവർക്കാണോ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് ചോദിക്കേണ്ടത്? അവർക്കല്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ +2 2023 പാസ് ഔട്ടായ ഒരു കുട്ടിക്ക് അത് കഴിഞ്ഞാൽ കുട്ടി 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ റിപ്പീറ്റ് ചെയ്ത് എന്നിട്ട് ഇപ്പോൾ 2026 ക്ലാസ്സിന് കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്കാണ് ഗ്യാപ്പ് ഇയറിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ടത്. അപ്പോൾ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറച്ച് ഡോക്യുമെൻറ്റ്സും അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയേഴ്സും ഉണ്ട്. പിന്നെ പല കാര്യം കൊണ്ട് ബ്രേക്ക് എടുത്തവരുണ്ടാവും, ഗ്യാപ്പ് എടുത്തവരുണ്ട്. ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് കാരണം, അല്ലെങ്കിൽ വേറെ വല്ല കോഴ്സ് എടുത്ത്, ഇപ്പോൾ എക്സാമ്പിൾ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെഡിക്കൽ കോഴ്സോ എടുത്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് വീണ്ടും എന്താ പറയുക വേറെ കോഴ്സിന് വേണ്ടി നോക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ ഗ്യാപ്പ് ഇയറിൻ്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ്. കൗൺസിലിങ്ങിൻ്റെ ടൈമിലല്ല, കോളേജിൻ്റെ അഡ്മിഷൻ ടൈമിൽ ആവശ്യമുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പോൾ ആദ്യം തന്നെ അതിന് പ്രധാന ഒരു കാര്യം, ചില കോളേജുകളിൽ എന്ത് ചെയ്യും, ഈ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് നൽകാറുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കൊരു അഡ്മിഷൻ കിട്ടിയ കോളേജ് അവർ പറയും ഇതാണ് ഫോർമാറ്റ്, അങ്ങനെ ഒരു ഫോർമാറ്റ് തരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഫോർമാറ്റ് വെച്ച് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് അഡ്വക്കേറ്റ് അഥവാ ലോയർ അല്ലെങ്കിൽ നോട്ടറി പബ്ലിക്കിനെ സമീപിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എന്താണ് ഈ നോട്ടറി പബ്ലിക് എന്ന്. ഈ നോട്ടറി പബ്ലിക് എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ച ഒരു ലോയർ, അതിന് പറയുന്ന പേരാണ് ഈ നോട്ടറി പബ്ലിക്. അഥവാ അവർക്ക് എന്ത് ചെയ്യുക, അഫിഡവിറ്റ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് പോലുള്ള പല രേഖകളുണ്ടല്ലോ, ഈ നിയമപരമായിട്ട് നടക്കുന്ന കുറേ രേഖകൾ അതിൽ അറ്റസ്റ്റ് ചെയ്യാൻ, അതുപോലെ നോട്ടറി സീല്, അതൊക്കെ നൽകുന്ന ആളെ പറയുന്ന പേരാണ് നോട്ടറി പബ്ലിക്. ഒന്നെങ്കിൽ അഡ്വക്കേറ്റോ അല്ലെങ്കിൽ നോട്ടറി പബ്ലിക്കിൻ്റെ അടുത്ത് ചെന്നിട്ട് നമുക്ക് ഗ്യാപ്പ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എന്താ പറയുക, പിന്നെ അതേപോലെ നിങ്ങൾ ലോയർ അല്ലെങ്കിൽ നോട്ടറി പബ്ലിക്കിനെ സമീപിച്ചാൽ സാധാരണയായിട്ട് അവരെന്ത് ചെയ്യും, നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പർ, നിങ്ങൾ വാക്കുകൾ സൂക്ഷിച്ച് വെക്കുക, നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പർ അഥവാ ശരിയായ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ്, ടൈപ്പിംഗ്, നോട്ടറി സീല് എന്നിവ ഉൾപ്പെടെ എല്ലാം തയ്യാറാക്കി തരും. അതിനാൽ സാധാരണയായി നമ്മൾ പ്രത്യേകം സ്റ്റാമ്പ് പേപ്പർ വാങ്ങിയിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ പറയുകയാണെങ്കിൽ ഈ നോട്ടറി പബ്ലിക് അല്ലെങ്കിൽ അഡ്വക്കേറ്റിൻ്റെ അടുത്തൊക്കെ പോകണമെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചോദിച്ചാൽ മതി, ഗ്യാപ്പ് സർട്ടിഫിക്കറ്റിന് ഇതാക്കാനാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒരു നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പർ തരും. അപ്പോൾ ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ അവർ ചെയ്യണതാണ്. സാധാരണയായിട്ട് ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപയാണ് എന്തിനു വരിക, ഈ നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറിന് വരിക. അപ്പോൾ പിന്നെ ഓരോ സ്ഥലത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ബാക്കി അവരുടെ ടൈപ്പിങ്ങിൻ്റെ ചാർജ്, നോട്ടറി ചാർജ് എല്ലാം കൂട്ടി ഏകദേശം നമുക്കൊരു 200 മുതൽ 600 അത്ര ഒരു ചിലവിൻ്റെ ആവശ്യമേ വരുള്ളൂ. അത്രയും എന്തായാലും നമുക്ക് അത്രയും ഒരു ചിലവ് വരാൻ സാധ്യത ഉണ്ട്. ഇനി അതല്ല, വേറൊരു ഓപ്ഷൻ വെച്ചാൽ നിങ്ങൾ ഈ ഗ്രാമപഞ്ചായത്ത് വില്ലേജിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ തഹസിൽദാറിൻ്റെ ഓഫീസിൽ പോയാൽ മതി. അപ്പോൾ തഹസിൽദാറിൻ്റെ ഓഫീസിൽ പോകുമ്പോൾ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റിന് എന്തൊക്കെയാണ് നടപടിക്രമം എന്ന് അവരോട് ചോദിക്കുക. അപ്പോൾ അവർ പറയും, ചിലവർ എന്ത് ചെയ്യും, നമുക്ക് അവർക്ക് വേണ്ട ഫോർമാറ്റ് മാത്രം പറഞ്ഞു തരും. എന്നിട്ട് അവർ നമ്മളോട് പറയും സ്റ്റാമ്പ് പേപ്പറും അഫിഡവിറ്റും ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുവരണം. ചില തഹസിൽദാറിൻ്റെ ഓഫീസിൽ എല്ലാതും അവൈലബിൾ ആകുമ്പോൾ അവരെല്ലാം ഓഫീസിൽ നിന്ന് തന്നെ തരും. അപ്പോൾ ഒരു കണക്കിന് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ നോട്ടറി പബ്ലിക്കിനെ പോയി കാണുന്നത്. കാരണം അവിടെ ചെന്നാൽ ബാക്കി എല്ലാ ഫോർമാലിറ്റീസും അവിടെ നിന്ന് കഴിയും. ഈ തഹസിൽദാറിൻ്റെ ഓഫീസിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, ചിലപ്പോൾ അവർ അവിടെ നിന്ന് സ്റ്റാമ്പ് പേപ്പറും ബാക്കി അഫിഡവിറ്റൊക്കെ തരും. അല്ലെങ്കിൽ അവർ നമുക്ക് ഫോർമാറ്റ് പറഞ്ഞു തന്നിട്ട് അവർ പറയും ഈ സ്റ്റാമ്പ് പേപ്പറും അഫിഡവിറ്റൊക്കെ കൊണ്ടുവരാൻ പറയും. അതിനാൽ ആദ്യം അത് ഓഫീസിൽ പോയി ചോദിക്കുക. നിങ്ങൾ തഹസിൽദാറിൻ്റെ ഓഫീസിൽ പോയിട്ടാണ് ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വിചാരിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഓഫീസിൽ പോയി ചോദിക്കുക, ഇങ്ങനെ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് എടുക്കാനാണ് എന്തൊക്കെ വേണമെന്ന്. അവർ പറയുകയാണ് ഈ സ്റ്റാമ്പ് പേപ്പർ അഫിഡവിറ്റൊക്കെ പുറത്തുനിന്ന് വാങ്ങണമെന്നാണെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവരിക, ബാക്കി സീലും ഇതൊക്കെ അവരവിടെ നിന്ന് ചെയ്തു തരും. ഇനി ചില സ്ഥലങ്ങളിൽ വേറൊരു ഓപ്ഷനാണ് സബ് രജിസ്ട്രാർ ഓഫീസ് അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. സബ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് അവിടെ ചോദിച്ചാൽ അറിയാം, അവിടുന്ന് ഇതേപോലെ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷനാണ് നേരിട്ട് കോർട്ടിലേക്ക് പോവുക. കോർട്ടിന് സമീപത്ത് എന്തുണ്ടാവും, ഈ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഈ നോട്ടറി പബ്ലിക് ഓഫീസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ചെന്നാൽ ഡയറക്റ്റ് അവരെല്ലാ കാര്യങ്ങളും അവിടുന്നേ ചെയ്തു തരും. ഡയറക്റ്റ് അങ്ങനെ പോയിട്ട് ചെയ്യാം. ഓക്കെ. ഇനി നിങ്ങൾ പോകുമ്പോൾ കയ്യിൽ വെക്കേണ്ട എന്തൊക്കെയാണ് രേഖകൾ എന്നാണ്. ഫസ്റ്റ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ആധാർ കാർഡ്. അത് നിങ്ങളുടെ എല്ലാവരും ഒരു വാലിഡ് ID കാർഡ് വേണം. പിന്നെ +2 സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് പറയുക അവസാനം പഠിച്ച ഏറ്റവും ഹയർ ഗ്രാജുവേറ്റഡ് സർട്ടിഫിക്കറ്റാണ്. ഇപ്പോൾ നിങ്ങൾ +2 ആണ് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് പഠിച്ച് നിർത്തിയെങ്കിൽ +2ൻ്റെ സർട്ടിഫിക്കറ്റ്. അതല്ല നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടാണ് ഈ കോഴ്സിലേക്ക് വരുന്നതെങ്കിൽ എഞ്ചിനീയറിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ്. അങ്ങനെ എന്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് വേണം. ഇനി അതല്ല ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണോ നിങ്ങൾ ഡ്രോപ്പ് ചെയ്തെങ്കിൽ അതിനെ തെളിയിക്കുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂവിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. ഓക്കെ.
പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിർബന്ധമില്ല, പക്ഷെ ചിലപ്പോൾ ചില സ്ഥലത്ത് അവർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അഡ്രസ് പ്രൂഫ്, ചില സ്ഥലങ്ങളിൽ ഈ അഡ്രസ് പ്രൂഫും അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കയ്യിൽ വെക്കുക. ഇത്രയും രേഖകൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഗ്യാപ്പ് സർട്ടിഫിക്കറ്റിന് എന്താ പറയുക സാധാരണയായി അപ്ലൈ ചെയ്യാൻ എളുപ്പമായിട്ടുള്ളൊരു ഇതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ നോട്ടറി പബ്ലിക്കിനെ സമീപിക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് അവരെന്ത് ചെയ്യും, നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറും അഫിഡവിറ്റിൻ്റെ ഫോർമാറ്റ്, ടൈപ്പിംഗ്, നോട്ടറി സീല് എന്നിവയൊക്കെ അവിടെ തന്നെ ലഭിക്കും. അതുകൊണ്ടായി നമുക്ക് വേറെ പ്രിപ്പയർ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. അഡ്വക്കേറ്റ് അല്ലെങ്കിൽ നോട്ടറി പബ്ലിക് ആണെങ്കിൽ ഡയറക്റ്റ് അവിടെ പോയാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ചെയ്യാം. അതല്ല നമ്മൾ തഹസിൽദാറിൻ്റെ ഓഫീസ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലേക്കാണ് പോകണമെങ്കിൽ അവിടെ എല്ലാ സ്ഥലങ്ങളിലും എന്തുണ്ടാവില്ല, സ്റ്റാമ്പ് പേപ്പറോ അല്ലെങ്കിൽ അഫിഡവിറ്റ് ഫോർമാറ്റോ തയ്യാറായി ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചില ഓഫീസുകൾ എന്ത് ചെയ്യും, ഫോർമാറ്റ് മാത്രം പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ സ്റ്റാമ്പ് പേപ്പർ, അഫിഡവിറ്റ് അതൊക്കെ പുറത്തുനിന്ന് തയ്യാറാക്കി കൊണ്ടുവരാൻ പറയും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, തഹസിൽദാറിൻ്റെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ പോയി ചോദിച്ചിട്ട് മാത്രമേ ഇതിന് പോകാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കണം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നീറ്റ് 2026 കൗൺസിലിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി എജുഗ്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പിന്നെ നീറ്റ് 2026 കൗൺസിലിങ്ങിന് MCC അല്ലെങ്കിൽ CEയുടെ അണ്ടറിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു സർട്ടിഫിക്കറ്റാണ് ഈ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്